സ്നേഹവും സാഹോദര്യം നിറഞ്ഞ ഈ സംഗമത്തിൽ ബഹുമാന്യരായ ഉസ്താദുമാർക്കും എന്റെ രക്ഷിതാക്കൾക്കും എന്റെ പ്രിയപ്പെട്ട സഹപാഠികൾക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സന്ദർഭത്തിൽ സ്നേഹപ്രവാചകൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സർവശക്തനായ അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇസ്ലാം മനുഷ്യനോട് ഒരുമയോടെ കഴിയാൻ പറഞ്ഞു. പക്ഷേ മനുഷ്യനെ പിരിച്ചു വെച്ചു. ഇവിടെ അല്ലാഹു തആല തിരഞ്ഞെടുത്തവർ മാത്രം പ്രവാചകന്മാരായി. അവർക്ക് ആയുധങ്ങളും സൈന്യങ്ങളും ഉണ്ടായിരുന്നില്ല. അവർക്ക് ഹൃദയങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ നിറഞ്ഞത് ദയയും സ്നേഹവുമായിരുന്നു. പക്ഷെ അവരെ എല്ലാവരെയും പ്രഭയാൽ മറിച്ചു നമ്മുടെ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് നമുക്ക് വിശേഷിപ്പിക്കാം സ്നേഹദൂതൻ. ഉഹദിൽ അവിടുത്തെ തലമുറിഞ്ഞപ്പോഴും പല്ല് പൊട്ടിയപ്പോഴും പൊറുക്കണേ നാഥ, അവർക്ക് അറിവില്ലാത്തതിനാൽ ചെയ്തു പോയതല്ലേ എന്ന് ദുആ ചെയ്തു. അക്രമത്തിലും സ്നേഹമാണ് പ്രകടിപ്പിച്ചത്. അതൊരു മാനവനാണോ പറഞ്ഞത്? അല്ല, അതൊരു ദൈവിക സ്നേഹത്തിന്റെ കരുണാ സ്വരൂപമാണ്. ഇവിടുന്ന് പറഞ്ഞത് ചെറിയവരെ സ്നേഹിക്കാത്തവരും വലിയവരെ ബഹുമാനിക്കാത്തവരും ഞങ്ങളിൽ ഇല്ല എന്നായിരുന്നു. അല്ലാഹു തആല പറയുന്നു, നബിയെ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തെ മുഴുവൻ കരുണയോടെയും ആലിംഗനം ചെയ്യുക. അവിടുന്ന് വിട പറഞ്ഞപ്പോൾ തന്നെ തന്റെ ഉമ്മത്തിനെ കുറിച്ചായിരുന്നു അവസാന വാക്കുകൾ. ഞങ്ങൾ എവിടെയാണെങ്കിലും ആ സ്നേഹത്തിന്റെ ആനന്ദം പാടിപ്പറയണം. ഞങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകരെ അങ്ങയെ സ്നേഹിക്കുന്നു. നമ്മുടെ സ്വരം ചെറുതും പ്രായം കുറവുമായിരിക്കാം, എന്നാലും അവിടുത്തോട് സ്നേഹഹൃദയം വലുതായിരിക്കട്ടെ. ഇത് പറഞ്ഞാൽ മാത്രം പോരാ, ജീവിതത്തിൽ കൊണ്ടുവരികയും വേണം. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.